ഗാന്ധി PSC അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യവും അതിനകത്ത് പങ്കെടുത്തിട്ടുള്ള വ്യക്തികളും എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഒരു ക്ലാസ് നമ്മൾ ദേശീയത എന്നൊരു ടോപ്പിക്ക് ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ നമ്മൾ സ്വദേശി പ്രസ്ഥാനം കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത കണ്ടിന്യൂഷനായിട്ടൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും ഈ കണ്ടിന്യൂഷനായിട്ട് ഈ ടോപ്പിക്ക് കാണുക. അല്ലെങ്കിൽ പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോ കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. കാരണം ദേശീയതയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫസ്റ്റ് സ്വദേശി പ്രസ്ഥാനം മൂലം നമ്മൾ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ നമുക്ക് കണ്ടിന്യൂഷനായിട്ട് ടോപ്പിക്ക് എങ്ങനെയാണെന്ന് നമുക്ക് പഠിച്ച് മനസ്സിലാക്കി തന്നെ പോകാം. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഈ നമ്മൾ ഇന്നെടുക്കുന്ന ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബംഗാൾ വിഭജനം, പിന്നെ അതിനുശേഷം നമ്മുടെ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത, പിന്നെ അതിനുശേഷം നമ്മുടെ ലക്നൗ പാക്റ്റ്, അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളും നമ്മുടെ ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രാതിനിധ്യം എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രത്യേകത. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോണം. അപ്പോൾ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം 1911 ഹാർഡിഞ്ച് സെക്കൻഡാണ്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് 1911 ഹാർഡിഞ്ച് സെക്കൻഡ്. ഇനി ബംഗാൾ വിഭജനം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ബംഗാൾ വിഭജനം അറിയാം 1905 ജൂലൈ 20, അത് നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. ഇനി ബംഗാളിനെ ഓർമ്മിക്കണം. ബംഗാളിനെ പശ്ചിമ പൂർവ്വ ബംഗാളിനെ ഒരുമിച്ച് കൊണ്ടുവരികയും ബീഹാർ ഒഡീഷയും അടങ്ങുന്ന ഒരു പുതിയ പ്രവിശ്യ രൂപവൽക്കരിക്കുകയും ചെയ്ത വൈസ്രോയി നമ്മൾ ഹാർഡിഞ്ച് സെക്കൻഡാണ്. അപ്പോൾ പൂർവ്വ ബംഗാളിനെയും പശ്ചിമ ബംഗാളിനെയും ഒരുമിച്ച് കൊണ്ടുവരികയും അവിടെ ബീഹാർ ഒഡീഷയും ചേർന്ന് ഒരു പുതിയ പ്രവിശ്യ രൂപവൽക്കരിക്കുകയും ചെയ്തത് നമ്മളുടെ ഹാർഡിഞ്ച് സെക്കൻഡിൻ്റെ കാലത്ത്. ഇനി 1911 ഓർമ്മിക്കണം. 1911 ഡൽഹിയിൽ വെച്ച് നമ്മളുടെ ജോർജ് അഞ്ചാമൻ്റെ കിരീടധാരണം നടത്തിയ വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡാണ്. അപ്പോൾ ഇതിനകത്ത് ഓർമ്മിക്കേണ്ടത് നമ്മളുടെ ജോർജ് അഞ്ചാമൻ്റെ കിരീടധാരണം നടന്നത് എവിടെ വെച്ച്? ഡൽഹിയിൽ വെച്ചാണ്. അങ്ങനെയാണ് ഡൽഹിയിൽ കിരീടധാരണം നടന്ന നമ്മുടെ രാജാവിൻ്റെ പേര് ജോർജ് 5. അടുത്ത് നമ്മളെ ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുള്ള പ്രഖ്യാപനം നടന്ന വർഷം 1911, മാറ്റിയ വർഷം 1912. അപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റാനുള്ള പ്രഖ്യാപനം നടന്നത് 1911, മാറ്റിയ വർഷം 1912. ഈ മാറ്റാനുള്ള പ്രഖ്യാപനം നടന്നത് എവിടെ വെച്ചാണ്? നമ്മളെ ഡൽഹിയിൽ ജോർജ് അഞ്ചാമൻ്റെ കിരീടധാരണ ചടങ്ങിൻ്റെ ഭാഗമായി നടന്നതാണ്. ഈ നമ്മളുടെ ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റാനും അത് നിലവിൽ വന്ന വർഷം 1912. ഇനി 1912 ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ വെച്ച് ഹാർഡിഞ്ച് സെക്കൻഡിന് നേരെ ബോംബ് ഇറങ്ങിയത് റാഷ്ബിഗേരി ബോസാണ്. അപ്പോൾ റാഷ്ബിഗേരി ബോസ് ഉണ്ട്, ഹോഴ്സും ഉണ്ട്, ഞാൻ കഴിയുടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1907 INCയുടെ സൂററ്റ് സ്പ്ലിറ്റ് സമയത്ത് അധ്യക്ഷം വെച്ച് ചോദിച്ചേക്കുക റാഷ്ബിഗേരി ഹോഴ്സും. ഈ നമ്മൾ 1912 ഹാർഡിഞ്ച് സെക്കൻഡിന് നേരെ ബോംബ് ഇറങ്ങിയത് ആരാണ്? റാഷ്ബിഗേരി ബോസാണ്. ഇനി ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ആരായിരുന്നു വൈസ്രോയി? ഹാർഡിഞ്ച് സെക്കൻഡാണ്. അപ്പോൾ നമുക്കിതിനകത്ത് നമ്മളുടെ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം 1911, ഈസ്റ്റ് ബംഗാളിനെയും വെസ്റ്റ് ബംഗാളിനെയും ഒരുമിച്ചാക്കുകയും ബീഹാർ ഒഡീഷയും അടങ്ങിയ ഒരു പുതിയ പ്രവിശ്യ രൂപവൽക്കരിക്കുകയും ചെയ്തത് ആരുടെ കാലത്താണ്? ഹാർഡിഞ്ച് സെക്കൻഡിൻ്റെ കാലത്ത്. 1911 നമ്മളുടെ ജോർജ് അഞ്ചാമൻ്റെ കിരീടധാരണം ഡൽഹിയിൽ വെച്ച് നടത്തിയ വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡ്. ഈ ഡൽഹിയിൽ വെച്ചുള്ള പ്രഖ്യാപനത്തിലാണ് നമ്മൾ ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റാനുള്ള പ്രഖ്യാപനം നടന്നത്. മാറ്റിയ വർഷം 1912. 1912 ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ വെച്ച് ഹാർഡിഞ്ച് സെക്കൻഡിന് നേരെ ബോംബ് ഇറങ്ങിയത് ആരാണ്? റാഷ്ബിഗേരി ബോസ്. നമ്മളുടെ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? അത് ഹാർഡിഞ്ച് സെക്കൻഡാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കണം. നമ്മളെ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം 1911, ഈസ്റ്റ് ബംഗാളിനെയും വെസ്റ്റ് ബംഗാളിനെയും ഒരുമിച്ചാക്കുകയും ബീഹാർ ഒഡീഷയും അടങ്ങുന്ന ഒരു പുതിയ പ്രവിശ്യ രൂപവൽക്കരിക്കുകയും ചെയ്തതാണ് ഹാർഡിഞ്ച് സെക്കൻഡ്. അടുത്ത് നമ്മൾ 1911 ഡൽഹിയിൽ വെച്ച് ജോർജ് അഞ്ചാമൻ്റെ കിരീടധാരണം നടത്തിയ വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡ്. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുള്ള പ്രഖ്യാപനം നടന്നത് 1911, മാറ്റിയ വർഷം 1912. ഇനി ഇതിനകത്ത് നമ്മളുടെ ഡൽഹിയിൽ 1912 ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ വെച്ച് ഹാർഡിഞ്ച് സെക്കൻഡിന് നേരെ ബോംബ് ഇറങ്ങിയത് ആരാണ്? റാഷ്ബിഗേരി ബോസ്. ഇനി നമ്മൾ അടുത്ത് പറയുന്നതാണ് നമ്മളുടെ ഒന്നാം ലോക മഹായുദ്ധ കാലം, അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധം അറിയാം 14-18 കാലയളവ്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? അത് നമ്മളുടെ ഹാർഡിഞ്ച് സെക്കൻഡാണ്. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മളെ ഹോം റൂൾ പ്രസ്ഥാനമാണ്. അപ്പോൾ ഹോം റൂൾ പ്രസ്ഥാനത്തിനകത്ത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡിഗ്രി ലെവലും +2 ലെവലുമായിട്ടുള്ള കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ത്യക്കാരെ ഓർമ്മിക്കണം. ഇന്ത്യക്കാരെ സ്വയംഭരണത്തിന് പ്രാപ്തരാക്കുക. ഓർമ്മിക്കണം, ഇന്ത്യക്കാരെ സ്വയംഭരണത്തിന് പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശ്യവുമായി ഇന്ത്യയിലെ 2 ഹോം റൂൾ പ്രസ്ഥാനങ്ങളാണ് ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. അപ്പോൾ ഇന്ത്യക്കാരെ സ്വയംഭരണത്തിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയിലെ 2 ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചു, അല്ലെങ്കിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു.
ഇന്ത്യ ഹോം റൂൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്ന രാജ്യം എവിടെയാണ്? അയർലൻഡാണ്. അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യക്ക് സ്വയംഭരണം നേടുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ എത്ര ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു? 2 ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ. ഇന്ത്യ ഹോം റൂൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്ന രാജ്യം എവിടെയാണ്? അയർലൻഡ്. അടുത്ത ഈ ഹോം റൂൾ എന്ന വാക്കിനർത്ഥം സ്വയംഭരണം നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യക്ക് ഓർമ്മിക്കണം, ഇന്ത്യക്ക് സ്വയംഭരണം പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശ്യമായി ഇന്ത്യയിൽ എത്ര ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ട്? 2 ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ. ഹോം റൂൾ എന്ന ആശയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കടം കൊണ്ടിരിക്കണം. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന പറഞ്ഞാലും ഓർമ്മിച്ചു വെച്ചോണം, അത് അയർലൻഡിൽ നിന്നും. ഹോം റൂൾ എന്ന വാക്കിനർത്ഥം സ്വയംഭരണം നേടുക. ഈ ഹോം റൂൾ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ഏത് സംഭവ കാലത്താണ്? 1-ാം ലോക മഹായുദ്ധ കാലത്താണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വയംഭരണം പ്രാപ്തരാക്കുക അല്ലെങ്കിൽ ലക്ഷ്യമാക്കുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് എത്ര ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ രൂപം കൊണ്ട്? 2 ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ. ഹോം റൂൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡ്. ഹോം റൂൾ എന്ന വാക്കിനർത്ഥം സ്വയംഭരണം നേടുക. ഈ ഹോം റൂൾ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ഏത് സംഭവ കാലത്താണ്? 1-ാം ലോക മഹായുദ്ധ കാലത്ത്. ഇനി ഹോം റൂൾ പ്രസ്ഥാനത്തിന് നമ്മൾ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. ഹോം റൂൾ പ്രസ്ഥാനത്തിന് INCയുടെ ഏത് വിഭാഗക്കാരാണ് നേതൃത്വം നൽകിയത്? തീവ്രവാദി വിഭാഗക്കാരാണ്. അപ്പോൾ ഇന്ത്യ ഹോം റൂൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡ്. ഹോം റൂൾ എന്ന വാക്കിനർത്ഥം സ്വയംഭരണം നേടുക. ഈ ഹോം റൂൾ എന്ന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ഏത് സംഭവ കാലത്താണ്? 1-ാം ലോക മഹായുദ്ധ കാലത്ത്. ഇനി ഹോം റൂൾ പ്രസ്ഥാനത്തിന് INCയിലെ ഏത് വിഭാഗക്കാരാണ് നേതൃത്വം നൽകിയത്? അത് നമ്മളുടെ തീവ്രവാദി വിഭാഗക്കാരാണ്. ഇനി ഈ പ്രസ്ഥാനത്തിലൂടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിലൂടെ സ്വയംഭരണം നേടുക എൻ്റെ അവകാശമാണ്, അല്ലെങ്കിൽ എൻ്റെ അവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കാണ്? ബാലഗംഗാധര തിലകൻ്റെ വാക്കാണ്. അപ്പോൾ ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിലൂടെ ഇന്ത്യക്ക് ഓർമ്മിക്കണം, ഹോം റൂൾ പ്രസ്ഥാനത്തിലൂടെ സ്വയംഭരണം നേടുകയാണ് എൻ്റെ ലക്ഷ്യം, ഞാനത് എൻ്റെ അവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കായിരുന്നു? ബാലഗംഗാധര തിലകൻ. ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിന് ഹോം റൂൾ പ്രസ്ഥാനത്തിന് കരുത്ത് നൽകിയ 2 ന്യൂസ് പേപ്പർ ഏതൊക്കെയായിരുന്നു? കോമൺവെൽത്തും ന്യൂ ഇന്ത്യയുമാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് സ്വയംഭരണം നേടുക എന്ന ഉദ്ദേശവുമായി ഇന്ത്യയിൽ എത്ര ഹോം റൂൾ പ്രസ്ഥാനങ്ങളാണ് രൂപം കൊണ്ടത്? 2 ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ. ഹോം റൂൾ എന്ന ആശയം കടംകൊണ്ടിരിക്കുന്നത് അയർലൻഡ്. ഹോം റൂൾ എന്ന വാക്കിനർത്ഥം സ്വയംഭരണം നേടുക. ഹോം റൂൾ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ഏത് കാലയളവിലാണ്? 1-ാം ലോക മഹായുദ്ധ കാലയളവിൽ. ഹോം റൂൾ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന അല്ലെങ്കിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് ഏത് INC വിഭാഗക്കാരായിരുന്നു നേതൃത്വം നൽകിയത്? INCയുടെ തീവ്രവാദി വിഭാഗക്കാർ. ഈ പ്രസ്ഥാനത്തിലൂടെ സ്വയംഭരണം നേടുകയാണ് എൻ്റെ ലക്ഷ്യം, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കായിരുന്നു? ബാലഗംഗാധര തിലകൻ. ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിന് കരുത്ത് പകർന്ന 2 ന്യൂസ് പേപ്പർ ഏതൊക്കെയായിരുന്നു? കോമൺവെൽത്ത് ആൻഡ് ന്യൂ ഇന്ത്യയാണ്. ഇനി ഈ ഹോം റൂൾ പ്രസ്ഥാനം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, 2 ഹോം റൂൾ പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ രൂപം കൊണ്ടെന്ന് പറഞ്ഞു. 1916 ഏപ്രിൽ മഹാരാഷ്ട്രയിലെ പൂനെയിൽ നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകനും. 1916 സെപ്റ്റംബറിൽ മദ്രാസിനടുത്തുള്ള അടയാറിൽ നേതൃത്വം നൽകിയത് ആനി ബസന്റുമാണ്. അപ്പോൾ ഇത് 2 മാസങ്ങൾ നമ്മൾ മാറിപ്പോയത് കൃത്യമായിരിക്കണം. ഫസ്റ്റ് നമ്മുടെ ബാലഗംഗാധര തിലകനും, സെക്കൻഡ് ആനി ബസന്റുമാണ്. അപ്പോൾ 1916 സെപ്റ്റംബറിൽ നമ്മളുടെ മഹാരാഷ്ട്രയിലെ പൂനെയിൽ നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകനും. 1916 സെപ്റ്റംബറിൽ ഫസ്റ്റ് പറഞ്ഞപ്പോൾ ഏപ്രിൽ എന്ന് പറഞ്ഞു, സെക്കൻഡ് നമ്മൾ സെപ്റ്റംബറിൽ നേതൃത്വം നൽകിയത് മദ്രാസിലെ അടയാറിൽ നേതൃത്വം നൽകിയത് ആനി ബസന്റുമാണ്. ഇനി ഈ മദ്രാസിൽ ആനി ബസന്റിൻ്റെ നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്താങ്ങിയത് എസ് സുബ്രഹ്മണ്യയ്യറാണ്. അപ്പോൾ മദ്രാസിലെ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് നൽകിയത് എസ് സുബ്രഹ്മണ്യയ്യർ. ഇനി ഈ മദ്രാസിലെ പ്രവർത്തനത്തിൻ്റെ ഒരു വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാരാണ്? അത് സർ CP രാമസ്വാമി അയ്യറാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സ്വയംഭരണം നേടുക എന്ന ലക്ഷ്യമായി ഇന്ത്യയിൽ 2 ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചു. ഒന്ന് മഹാരാഷ്ട്രയിലെ പൂനെയിൽ ബാലഗംഗാധര തിലകൻ്റെ നേതൃത്വത്തിൽ 1916 ഏപ്രിലും, 2 1916 സെപ്റ്റംബറിൽ മദ്രാസിലെ അടയാറിൽ നേതൃത്വം നൽകിയത് ആനി ബസന്റ്. ഈ നമ്മളുടെ അടയാറിലെ ആനി ബസന്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ സപ്പോർട്ട് അല്ലെങ്കിൽ പിന്താങ്ങിയത് എസ് സുബ്രഹ്മണ്യയ്യറും. അതിൻ്റെ ആദ്യ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരെ വൻതോതിൽ ആകർഷിക്കാൻ കാരണമായ പ്രസ്ഥാനം ഹോം റൂൾ പ്രസ്ഥാനമാണ്. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരെ ആകർഷിക്കാൻ കാരണമായ പ്രസ്ഥാനം ഏതാണ്? അത് നമ്മളെ ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ പ്രസ്ഥാനം ഓർമ്മിക്കണം, ഹോം റൂൾ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം നിർത്തിവെച്ച വർഷം നമ്മൾ പ്രീവിയസ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം ഇന്ത്യയിൽ ഉത്തരവാദിത്വ ഭരണം സ്ഥാപിക്കുമെന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനത്തോടു കൂടിയാണ് ഇന്ത്യയിൽ നമ്മുടെ ഹോം റൂൾ പ്രസ്ഥാനം സ്റ്റോപ്പ് ചെയ്യാൻ കാരണം. അപ്പോൾ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് 1916 ഏപ്രിൽ മഹാരാഷ്ട്രയിലെ പൂനെയിൽ ബാലഗംഗാധര തിലകൻ്റെ നേതൃത്വത്തിൽ. സെക്കൻഡ് 1916 സെപ്റ്റംബറിൽ അടയാറിൽ ആനി ബസന്റിൻ്റെ നേതൃത്വത്തിൽ. ഈ അടയാറിൽ ആനി ബസന്റിന് സപ്പോർട്ട് നൽകിയത് എസ് സുബ്രഹ്മണ്യയ്യർ. അതിൻ്റെ ആദ്യ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യർ.
ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഓർമ്മ നമ്മളതാണ് നമ്മൾ ടോപ്പിക്ക് ദേശീയ പ്രസ്ഥാനമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരെ വൻതോതിൽ ആകർഷിക്കാൻ കാരണം അതായിരുന്നു. ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിന് സാധാരണക്കാരെ ആകർഷിക്കാൻ കാരണം നമ്മളുടെ ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം ഇന്ത്യയിൽ ഉത്തരവാദിത്വ ഭരണം സ്ഥാപിക്കുമെന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം, ഇന്ത്യയിൽ ഉത്തരവാദിത്വ ഭരണം പ്രഖ്യാപിക്കുമെന്ന അല്ലെങ്കിൽ സ്ഥാപിക്കുമെന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനത്തോടു കൂടിയാണ് നമ്മൾ ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം. മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് KP കേശവ മേനോനാണ്. അപ്പോൾ നമ്മളുടെ എത്ര പേരായിട്ടാണ് നോക്കിക്കോണം. 1916 ഏപ്രിൽ ബാലഗംഗാധര തിലകൻ മഹാരാഷ്ട്രയിലെ പൂനെയിലും 1916 സെപ്റ്റംബറിൽ അടയാറിൽ ആനി ബസന്റ്. ഈ അടയാറിലെ ആനി ബസന്റിൻ്റെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ പിന്താങ്ങിയത് S സുബ്രഹ്മണ്യയ്യർ. ഇനി ഇതിൻ്റെ ആദ്യ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യർ. ഇനി അടുത്ത നമ്മളിപ്പോൾ പറയുകയാണ് മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അത് നമ്മളുടെ KP കേശവ മേനോനാണ്. ഇനി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്തത് 1917. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്തത് 1917. ഹോം റൂൾ പ്രസ്ഥാനം നിർത്തിവെച്ച വർഷം 1917. അപ്പോൾ കുറച്ച് ദിവസം മാത്രമേ നമ്മളുടെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു സംഭവമായി അല്ലെങ്കിൽ പ്രസ്ഥാനമായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം. ഇനി ഇതിനകത്ത് വീണ്ടും ഓർമ്മിക്കേണ്ടത് ഈ ഹോം റൂൾ പ്രസ്ഥാന കാലഘട്ടത്തിലാണ് ആനി ബസന്റിൻ്റെ പ്രസിദ്ധമായിട്ടൊരു വാക്കായിരുന്നു സ്വാതന്ത്ര്യം ബ്രിട്ടൻ്റെ ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശമാണ്. ആരുടെ വാക്കയിലാണ്? സ്വാതന്ത്ര്യം ബ്രിട്ടൻ്റെ ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശമാണ്. ആരുടെ വാക്കയിലാണ്? ആനി ബസന്റാണ്. സ്വാതന്ത്ര്യം ബ്രിട്ടൻ്റെ ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശമാണ്. ആരുടെ വാക്കാണ്? ആനി ബസന്റ്. 1916 മലബാറിൽ നടന്ന ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്നത് പാലക്കാട്. അതിൽ അധ്യക്ഷം വഹിച്ചാരാണ്? ആനി ബസന്റാണ്. നമ്മൾ മലബാർ രാഷ്ട്രീയ സമ്മേളനങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്, നമ്മൾ പഴയ വീഡിയോ നോക്കിയേ കാണാം. അപ്പോൾ 1916 മലബാറിൽ നടന്ന അല്ലെങ്കിൽ മലബാറിലെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്ന പാലക്കാട്. അധ്യക്ഷം വഹിച്ചായിരുന്നു ആനി ബസന്റ്. ഇനി ഇതിനകത്ത് ഓർമ്മിക്കേണ്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഏറ്റവും അധികം വഴിത്തിരിവുണ്ടാക്കിയ പ്രസ്ഥാനം ഏതായിരുന്നു? ഹോം റൂൾ പ്രസ്ഥാനമാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളപ്പോൾ ഇന്ത്യക്കാരെ സ്വയംഭരണത്തിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയിലെ 2 ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചു. ഈ ഹോം റൂൾ എന്ന ആശയം കടകൊണ്ടിരിക്കുന്നത് അയർലൻഡ്. ഹോം റൂൾ എന്ന വാക്കിനർത്ഥം സ്വയംഭരണം നേടുക. ഹോം റൂൾ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ഏത് കാലയളവിലാണ്? 1-ാം ലോക മഹായുദ്ധ കാലയളവ്. ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് INCയുടെ ഏത് വിഭാഗക്കാരായിരുന്നു? തീവ്രവാദി വിഭാഗം. ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിലൂടെ സ്വയംഭരണം നേടുകയാണ് എൻ്റെ ലക്ഷ്യം, ഞാനത് നേടുക തന്നെ ചെയ്യും. ബാലഗംഗാധര തിലകൻ. ഹോം റൂൾ പ്രസ്ഥാനത്തിന് കരുത്ത് പകർന്ന 2 ന്യൂസ് പേപ്പർ അതൊക്കെയായിരുന്നു കോമൺവെൽത്ത് ആൻഡ് ന്യൂ ഇന്ത്യ. ഓർമ്മിക്കണം, കോമൺവെൽത്ത് ന്യൂ ഇന്ത്യയും. ഇനി 1916 ഏപ്രിലിൽ മഹാരാഷ്ട്രയിലെ പൂനെയിൽ നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകനും. 1916 സെപ്റ്റംബറിൽ മദ്രാസിലെ അടയാറിൽ നേതൃത്വം നൽകിയത് ആനി ബസന്റ്. ഈ ആനി ബസന്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് നൽകിയ അല്ലെങ്കിൽ ഇത് സപ്പോർട്ട് നൽകിയ വ്യക്തിയായിരുന്നു S സുബ്രഹ്മണ്യയ്യർ. ഇതിൻ്റെ ആദ്യ വൈസ് പ്രസിഡന്റ് സർ CP രാമസ്വാമി അയ്യർ. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരെ കൂടുതലായിട്ട് ആകർഷിക്കാൻ കാരണമായ പ്രസ്ഥാനമാണ് നമ്മുടെ ഈ ഹോം റൂൾ പ്രസ്ഥാനം. ഇനി ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യ നിർത്തിവെക്കാൻ കാരണം രണ്ടും അറിഞ്ഞിരിക്കണം. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരെ വൻതോതിൽ ആകർഷിക്കാൻ കാരണമായത് നമ്മളുടെ ഹോം റൂൾ പ്രസ്ഥാനവും. അതുപോലെ നമ്മുടെ ഹോം റൂൾ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം ഇന്ത്യയിൽ ഉത്തരവാദിത്വ ഭരണം സ്ഥാപിക്കുമെന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം. ഇന്ത്യയിൽ ഉത്തരവാദിത്വ ഭരണം സ്ഥാപിക്കുമെന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനമാണ് ഇത് നിർത്തിവെക്കാൻ കാരണം. മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആനി ബസന്റ് അല്ല. മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനം നേതൃത്വം നൽകിയത് KP കേശവ മേനോൻ. മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് KP കേശവ മേനോൻ. 1916 മലബാറിൽ നടന്ന ആദ്യ രാഷ്ട്രീയ സമ്മേളനം അല്ലെങ്കിൽ നമ്മളുടെ മലബാർ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചായിരുന്നു നമ്മളുടെ ആനി ബസന്റ്. ഈ ഹോം റൂൾ പ്രസ്ഥാനം നിർത്തിവെച്ചത് 1917. ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത വർഷം 1917. ഇനി സ്വാതന്ത്ര്യം ബ്രിട്ടൻ്റെ ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശം പറയുന്നത് ആരുടെ വാക്കാണ്? ആനി ബസന്റിൻ്റെയാണ്. അപ്പം സ്വാതന്ത്ര്യം ബ്രിട്ടൻ്റെ ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശം പറഞ്ഞത് ആരുടെ വാക്കാണ്? ആനി ബസന്റ്. 1916 മലബാറിൽ നടന്ന ആദ്യ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചായിരുന്നു ആനി ബസന്റ്. സമ്മേളന നഗരം എവിടെയായിരുന്നു? പാലക്കാട്. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നു നമ്മളുടെ ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം. അപ്പം ഹോം റൂൾ പ്രസ്ഥാനം 16 ഏപ്രിൽ ആരംഭിച്ചത് മഹാരാഷ്ട്രയിലെ പൂനെയിൽ ബാലഗംഗാധര തിലകൻ്റെ നേതൃത്വത്തിലും 1916 തന്നെ സെപ്റ്റംബറിൽ അടയാറിൽ നേതൃത്വം നൽകിയത് ആനി ബസന്റ്. അടയാറിലെ ആനി ബസന്റെ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് നൽകിയത് S സുബ്രഹ്മണ്യ അയ്യർ. ഇതിന് ആദ്യ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരെ ആകർഷിച്ചത് നമ്മളുടെ ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം ഇന്ത്യയിൽ ഉത്തരവാദിത്വ ഭരണം സ്ഥാപിക്കുമെന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം.
മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് KP കേശവ മേനോൻ. ആനി ബസന്റിനെ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാക്കിയത് 1917. ഹോം റൂൾ പ്രസ്ഥാനം നിർത്തിവെച്ച വർഷം 1917. ഇനി മലബാറിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ആദ്യമായിട്ട് നടന്നത് 1916 പാലക്കാട്. അതിൽ അധ്യക്ഷ വെച്ചാരായിരുന്നു ആനി ബസന്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു നമ്മളുടെ ഹോം റൂൾ പ്രസ്ഥാനം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹോം റൂൾ പ്രസ്ഥാനം. ഇതിനകത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ചെറിയ പോയിന്റ്സ് നമ്മൾ എല്ലാ രീതിയിലുള്ള നോട്ട്സിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിൽ ചോദിച്ചാലും നമുക്കൊരു മാർക്ക് കിട്ടണം. ഇനി അടുത്ത് നമ്മളുടെ ലഗ്ന ഉടമ്പടിയാണ്. അപ്പോൾ ലഗ്ന ഉടമ്പടി ശ്രദ്ധിച്ചോണം. കോൺഗ്രസ് നമ്മുടെ മിതവാദിയും തീവ്രവാദിയും രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയത് 1907 ഇനി കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് 1916 ലക്നൗ. ഈ 1916 ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് കഴിഞ്ഞിടെയും പറഞ്ഞിട്ടുണ്ട് AC മജുംദാറാണ്. ഓർമ്മിക്കണം, AC മജുംദാർ. ഇനി വൈദേശിക ഭരണത്തിനെതിരെ പ്രത്യേകിച്ച് ഓർമ്മിച്ച് വെച്ചോണം. വൈദേശിക ഭരണത്തിനെതിരെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കോൺഗ്രസ്സിൽ ഓർമ്മിക്കണം, കോൺഗ്രസും മുസ്ലിം ലീഗും ഈ സമ്മേളനത്തിലാണ് തീരുമാനിച്ചത്. വൈദേശിക ഭരണത്തിനെതിരെ കോൺഗ്രസ് മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് 1916 ലക്നൗ സമ്മേളനത്തിലാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞിടെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് 1916 ലക്നൗ. ഇനി വൈദേശിക ഭരണത്തിനെതിരെ കോൺഗ്രസ് മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് 1916 ലക്നൗ. 1912 മുതൽ ഓർമ്മിക്കണം, 1912 മുതൽ മുസ്ലിം ലീഗ് ബ്രിട്ടീഷ് ഭരണത്തിന് എതിർക്കുന്ന നിലപാടുകൾ സ്വീകരിച്ച അതിന് നേതൃത്വം നൽകിയത് രണ്ട് വ്യക്തികളാണ്. മുഹമ്മദ് അൻസാരി, ഓർമ്മിക്കണം, മുഹമ്മദ് അൻസാരിയും ഹക്കീം അജ്മുൽ ഖാനാണ്. അപ്പോൾ ഓർമ്മിക്കണം, 1912 മുതൽ മുസ്ലിം ലീഗ് ബ്രിട്ടീഷ് ഭരണത്തിന് എതിർക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു. ഇതിന് നേതൃത്വം നൽകിയത് രണ്ട് വ്യക്തികളായിരുന്നു, മുഹമ്മദ് അൻസാരിയും ഓർമ്മിക്കണം, മുഹമ്മദ് അൻസാരി ആൻഡ് ഹക്കീം അജ്മുൽ ഖാൻ. കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഐക്യത്തിന് ഓർമ്മിക്കണം, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഐക്യത്തിന് വഴിയൊരുക്കാൻ ശ്രമിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. അപ്പോൾ വൈദേശിക ഭരണത്തിനെതിരെ കോൺഗ്രസ് മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1912 മുതലേ മുസ്ലിം ലീഗ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രവർത്തനം ആരംഭിച്ചു, എതിരെ പ്രവർത്തിച്ചു. അതിന് രണ്ട് വ്യക്തികൾ നേതൃത്വം നൽകി, മുഹമ്മദ് അൻസാരി ആൻഡ് ഹക്കീം അജ്മുൽ ഖാൻ. അതിന് കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെ ഒരുമിക്കുന്ന അല്ലെങ്കിൽ ഐക്യത്തിന് വേണ്ടി പ്രയത്നിച്ച വ്യക്തിയായിരുന്നു നമ്മളുടെ ബാലഗംഗാധര തിലകനാണ്. ഓർമ്മിക്കണം, ബാലഗംഗാധര തിലകൻ. ഇനി നമ്മളുടെ ഇന്ത്യയിൽ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അത്രയും പഠിച്ചാൽ മതി. അപ്പോൾ ഈ കോൺഗ്രസ് മിതവാദികൾ ഒന്നിച്ച സമ്മേളനം, നമ്മൾ കഴിഞ്ഞിടെയും പറഞ്ഞു ഗാന്ധിജി നെഹ്റു ആദ്യമേ കണ്ടുമുട്ടിയ സമ്മേളനം. ഇനി വൈദേശിക ഭരണത്തിനെതിരെ കോൺഗ്രസ് മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിച്ച സമ്മേളനം. 1912 മുതലേ ബ്രിട്ടൻ്റെ ഭരണത്തിനെതിരെ മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് എതിർപ്പ് കൽപ്പിച്ചുകൊണ്ട് സമരമുറയ്ക്ക് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ എതിർത്ത് പ്രയത്നിച്ച വ്യക്തികളാണ് നമ്മുടെ മുഹമ്മദ് അൻസാരി ആൻഡ് ഹക്കീം അജ്മുൽ ഖാൻ. കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ ഒരുമയ്ക്ക് അല്ലെങ്കിൽ ഒരുമിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച വ്യക്തികളാണ്, ഐക്യത്തിന് വേണ്ടി പ്രയത്നിച്ച വ്യക്തിയായിരുന്നു നമ്മളുടെ ബാലഗംഗാധര തിലകനാണ്. ഇനി നമുക്കിതിനകത്ത് അറിയേണ്ടത് നമ്മളെ വിപ്ലവ പ്രസ്ഥാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേകതയുമാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് പഠിക്കേണ്ട മെയിൻ ടോപ്പിക്ക്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഭീകര സംഘം രൂപീകരിച്ചത് ബോംബെയിൽ വാസുദേവ് ബൽവന്ത് ഫാട്കെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഭീകര സംഘം രൂപീകരിച്ചത് എവിടെയാണ്? ബോംബെയിൽ. അത് രൂപീകരിച്ചത് വാസുദേവ് ബൽവന്ത് ഫാട്കെ. ലക്ഷ്യം സർക്കാർ സ്വത്തുക്കൾ കൊള്ളയടിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ സർക്കാർ സ്വത്തുക്കൾ കൊള്ളയടിക്കുക എന്ന ലക്ഷ്യമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു ഭീകര സംഘം രൂപം കൊണ്ടത് എവിടെയെന്നാണ് പരീക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെ ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അത് ബോംബെയിൽ സ്ഥാപിച്ചതാരാണ്? വാസുദേവ് ബൽവന്ത് ഫാട്കെ. ഈ വാസുദേവ് ബൽവന്ത് ഫാട്കെ 1879 അറസ്റ്റ് ചെയ്യുകയും എങ്ങോട്ടേക്കാണ് നാട് കടത്തിയത്? ഏതനിലേക്കാണ്. അപ്പോൾ നമ്മൾ നാട് കടത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞിടയും അല്ലാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമേ ഒരു ഭീകര സംഘം രൂപീകരിച്ചത് എവിടെയാണ്? ബോംബെയിൽ. വാസുദേവ് ബൽവന്ത് ഫാട്കെ. ഇതിൻ്റെ ലക്ഷ്യം സർക്കാർ സ്വത്തുക്കൾ കൊള്ളയടിക്കുക. 1879 ഓർമ്മിക്കണം, നമ്മൾ തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടെത്തിയത് 1879. അപ്പോൾ ഈ ഇയർ പ്രീവിയസ് ആണ്. ഇനി നമ്മളുടെ ഈ സരോജിനി നായിഡു ജനിച്ചത് 1879. ഗാന്ധിജി ജനിച്ച് 10 വർഷം കഴിയുമ്പോൾ 1879. നെഹ്റുവിന് 10 വർഷം മുമ്പെയാണ്. അപ്പോൾ ഇതിനകത്തുള്ള 10 വർഷം പറ്റുള്ള കാര്യങ്ങളൊന്ന് മനസ്സിൽ ഓർമ്മിച്ചെടുക്കണം. അപ്പോൾ 1879 നമ്മളെ വാസുദേവ് ബൽവന്ത് ഫാട്കെ അറസ്റ്റ് ചെയ്യുകയും എങ്ങോട്ടേക്കാണ് നാട് കടത്തിയത്? ഏതനിലേക്കാണ്. ഇനി 1902 ബംഗാളിൽ രൂപം കൊണ്ട സംഘടനയായിരുന്നു അനുശീലൻ സമിതി. 1902 ബംഗാളിൽ രൂപം കൊണ്ട സംഘടനയായിരുന്നു അനുശീലൻ സമിതി. ഈ അനുശീലൻ സമിതിക്ക് നേതൃത്വം നൽകിയത് പ്രമോദ് മിത്രയാണ്ട് ബരീന്ദ്രകുമാർ ഘോഷാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം.
നമ്മുടെ ഈ അനുശീലൻ സമിതി രൂപം കൊണ്ടത് 1902. ഇതിന് നേതൃത്വം നൽകിയത് പി മിത്ര, പ്രമോദ് മിത്രയുണ്ട്. നമ്മളെ ബരീന്ദ്രകുമാർ ഘോഷ്, അരവിന്ദ് ഘോഷിൻ്റെ ബ്രദറാണ്. അപ്പോൾ ബരീന്ദ്രകുമാർ ഘോഷാണ്. അപ്പോൾ 1902 അനുശീലൻ സമിതി ഓർമ്മിക്കണം. അനുശീലൻ സമിതി ബംഗാളിലാണ് രൂപം കൊണ്ടത്. ഇതിൻ്റെ നേതൃത്വം നൽകിയത് പി മിത്ര, പ്രമോദ് മിത്ര ആൻഡ് ബരീന്ദ്രകുമാർ ഘോഷ്. ഇതിൻ്റെ ലക്ഷ്യം പ്രത്യേകിച്ച് അറിയിക്കണം, വെടിവെച്ച് വീഴ്ത്തിയിട്ട് ഓടി രക്ഷപ്പെടുക. അപ്പോൾ ചിലപ്പം ചോദിക്കാം, താഴെ തന്നിരിക്കുന്ന ഏത് സംഘടനയുടെ ലക്ഷ്യമായിരുന്നത് ഓർമ്മിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ രീതിയായിരുന്നു വെടിവെച്ച് വീഴ്ത്തിയിട്ട് ഓടി രക്ഷപ്പെടുക. അതായിരുന്നു നമ്മളുടെ 1902 ബംഗാളിൽ രൂപം കൊണ്ട അനുശീലൻ സമിതി. ഈ അനുശീലൻ സമിതി രൂപീകരിച്ചത് പി മിത്ര അല്ലെങ്കിൽ പ്രമോദ് മിത്ര ആൻഡ് ബരീന്ദ്രകുമാർ ഘോഷ്. അപ്പോൾ ഞാൻ നേരത്തെ ഇന്ത്യയിൽ ആദ്യമേ ഒരു ഭീകര സംഘം രൂപീകരിച്ചത് ബോംബെയിൽ വാസുദേവ് ബൽവന്ത് ഫാട്കെ. ഇതിൻ്റെ ലക്ഷ്യം സർക്കാർ സ്വത്തുക്കൾ കൊള്ളയടിക്കുക. 1879 വാസുദേവ് ബൽവന്ത് ഫാട്കെ അറസ്റ്റ് ചെയ്യുകയും എങ്ങോട്ടേക്കാണ് നാട് കടത്തിയത്, അത് ഏതറിലേക്കാണ്. ഇനി നമ്മൾ അടുത്ത് പറഞ്ഞത് 1902 ബംഗാളിൽ രൂപം കൊണ്ട സംഘടനയായിരുന്നു നമ്മളുടെ അനുശീലൻ സമിതി. ഈ അനുശീലൻ സമിതി സ്ഥാപിച്ചത് പി മിത്ര ആൻഡ് ബരീന്ദ്രകുമാർ ഘോഷ്. ഇതിൻ്റെ പ്രത്യേകത ഓർമ്മിക്കണം, വെടിവെച്ച് വീഴ്ത്തിയിട്ട് ഓടി രക്ഷപ്പെടുക. 1905 ശേഷം ഓർമ്മിക്കണം, 1905 ശേഷം നമ്മളുടെ ചില പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ വിപ്ലവങ്ങൾക്ക് പ്രചോദനം നൽകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ചില പത്രങ്ങൾ വിപ്ലവ സ്വഭാവമുള്ള ഭീകരവാദം പ്രചരിപ്പിച്ച ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. അതിന് പുറത്ത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ത്യയിൽ 1905 ശേഷം ഇന്ത്യയിൽ വിപ്ലവ സ്വഭാവമുള്ള ചില ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ആ ന്യൂസുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. ഒന്ന് ബംഗാളിലെ സന്ധ്യയുള്ള സാന്ധ്യയും, മറാത്തി പത്രമായ കാൽ എന്ന് പറയും. ഓർമ്മിക്കണം, മറാത്തി പത്രമായ കാലല്ല, കല്ലാണ്. കാലെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോൾ കല്ലെന്ന് തന്നെ പറയണം. അപ്പോൾ നമ്മളുടെ രണ്ട് ന്യൂസ് പേപ്പർ ആയിരുന്നു വിപ്ലവ സ്വഭാവം പ്രകടിപ്പിച്ച ന്യൂസുകൾ കൊടുത്തുകൊണ്ടിരുന്ന രണ്ട് ന്യൂസ് പേപ്പർ ആയിരുന്നു 1905 ശേഷം. ഒന്ന് നമ്മളെ ബംഗാളി പത്രമായ സാന്ധ്യയും മറാത്തി പത്രമായ കല്ലെന്നും പറയും. അപ്പോൾ നമ്മുടെ അനുശീലൻ സമിതി രൂപം കൊണ്ടത് 1902, സ്ഥാപിച്ചത് പി മിത്ര ആൻഡ് ബരീന്ദ്രകുമാർ ഘോഷ്. ഇനി നമ്മൾ ഇന്ത്യയിൽ ആദ്യമേ ഒരു ഭീകര സംഘം രൂപീകരിച്ചത് നമ്മളുടെ വാസുദേവ് ബൽവന്ത് ഫാട്കെ രൂപീകരിച്ചവിടെയാണ് ബോംബെയിൽ. അതിന് ലക്ഷ്യമായിരുന്നു സർക്കാർ സ്വത്തുക്കൾ കൊള്ളയടിക്കുക. ഇനി ഇതപ്പോൾ നമുക്ക് പത്രങ്ങൾ മനസ്സിലായി. ബംഗാളി പത്രമായ നമ്മളെ സാന്ധ്യയും മറാത്തി പത്രമായ കല്ലും മനസ്സിലായി. ഇനി 1905 ഇംഗ്ലണ്ടിൽ ഓർമ്മിക്കണം, 1905 ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്ത്യയിൽ ലണ്ടനിൽ ഹോം റൂൾ സൊസൈറ്റിയിൽ ഇന്ത്യ ഹൗസ് ലണ്ടനിൽ സ്ഥാപിച്ച ആരാണ്? ശ്യാംജി കൃഷ്ണവർമ്മയാണ്. അപ്പോൾ 1905 ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്ത്യ ഹൗസ് ലണ്ടനിൽ സ്ഥാപിച്ചതാരാണ്? ശ്യാംജി കൃഷ്ണവർമ്മയാണ്. 1905 1902 നമ്മൾ അനുശീലൻ സമിതി പറഞ്ഞു. 1905 ശേഷം നമ്മളുടെ ഭീകരവാദ പ്രവർത്തനത്തിന് കൂടുതൽ പ്രചോദനം നൽകിയ രണ്ട് ന്യൂസ് പേപ്പർ അതൊക്കെയായിരുന്നു ബംഗാളിലെ സാന്ധ്യയും നമ്മളുടെ മറാത്തി പത്രമായ കല്ലും. ഇനി 1905 ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്ത്യ ഹൗസ് ലണ്ടനിൽ സ്ഥാപിച്ചാരാണ്? ശ്യാംജി കൃഷ്ണവർമ്മ. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചാരാണ്? ശ്യാംജി കൃഷ്ണവർമ്മയാണ്. ഈ ശ്യാംജി കൃഷ്ണവർമ്മ PSCക്ക് വല്ലപ്പോഴൊരിക്കൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കണം, കാരണം നമുക്ക് റെയർ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ 1905 ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്ത്യ ഹൗസ് ലണ്ടനിൽ സ്ഥാപിച്ചാരാണ്? ശ്യാംജി കൃഷ്ണവർമ്മ. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചാരാണ്? ശ്യാംജി കൃഷ്ണവർമ്മയാണ്. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചാരാണ്? ശ്യാംജി കൃഷ്ണവർമ്മയാണ്. ഇനി നമ്മൾ അതിൻ്റെ ബാക്കി 1900 ഓർമ്മിക്കണം, 1908 മുസാഫർ ഗൂഢാലോചനയിൽ പങ്കെടുത്ത വ്യക്തികൾ ആരൊക്കെയാണ്? 1908 മുസാഫർ ഗൂഢാലോചനയിൽ പങ്കെടുത്ത വ്യക്തികളാണ് പ്രഫുല്ല ചക്രവർത്തി ആൻഡ് കുത്തിറാം ബോസാണ്. 1908 മുസാഫർ ഗൂഢാലോചനയിൽ പങ്കെടുത്ത വ്യക്തികളാണ് പ്രഫുല്ല ചക്രവർത്തി ആൻഡ് കുത്തിറാം ബോസ്. ഈ ഓർമ്മിക്കണം, പ്രഫുല്ല ചക്രവർത്തിയും കുത്തിറാം ബോസും. ഇതിനകത്ത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുന്നത് പ്രഫുല്ല ചക്രവർത്തിയും കുത്തിറാം ബോസിൻ്റെയും നമ്മൾ 1908 നമ്മുടെ കിങ്സ് ഫോർട്ടിനെതിരെയുള്ള വധശ്രമം അറിയപ്പെടുന്ന പേരാണ് നമ്മൾ 1908 നമ്മളുടെ മുസാഫർ ഗൂഢാലോചന എന്നറിയപ്പെടുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഈ മുസാഫർ ഗൂഢാലോചന എന്നറിയപ്പെടുന്നത് ആരുടെ വധവും അല്ലെങ്കിൽ ആരുടെ വധത്തിന് വേണ്ടി ലക്ഷ്യം വെച്ചതാണ്? അത് കിങ്സ് ഫോർട്ടിനെതിരെയുള്ള വധശ്രമം. പക്ഷേ 1908 ഓർമ്മിക്കണം, 1908 ഇവർ നമ്മുടെ ഈ പ്രഫുല്ല ചക്രവർത്തിയും കുത്തിറാം ബോസും വധിച്ചത് ആരെയാണ്? നമ്മുടെ ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കെന്നഡിയെയാണ്. അപ്പോൾ അതിനകത്ത് 4 പോയിന്റ് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ 1908 മുസാഫർ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ പ്രഫുല്ല ചക്രവർത്തി ആൻഡ് കുത്തിറാം ബോസ്. 1908 കിങ്സ് ഫോർട്ടിനെതിരെയുള്ള വധശ്രമം അറിയപ്പെടുന്ന പേര് മുസാഫർ ഗൂഢാലോചന. ഈ കിങ്സ് ഫോർട്ടിനെതിരെയുള്ള വധശ്രമത്തിന് നേതൃത്വം നൽകിയത് പ്രഫുല്ല ചക്രവർത്തി ആൻഡ് കുത്തിറാം ബോസ്. ഈ 1908 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കെന്നഡിയെ വധിച്ചതാരാണ്? കുത്തിറാം ബോസ് ആൻഡ് പ്രഫുല്ല ചക്രവർത്തിയാണ്. അപ്പം ഏകദേശം എനിക്കൊന്ന് ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കൽ കൂടി പറയുമ്പോൾ 4 പോയിന്റ് ക്ലിയർ ആവും. അപ്പോൾ 1908
മുസാഫിർ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് പ്രഫുല്ല ചക്രവർത്തി ആൻഡ് കുത്തിറാം ബോസ്. 1908 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കെന്നഡിയെ വധിച്ചത് കുത്തിറാം ബോസ് ആൻഡ് പ്രഫുല്ല ചക്രവർത്തി. കെന്നഡിയെ വധിച്ചത് പ്രഫുല്ല ചക്രവർത്തി ആൻഡ് കുത്തിറാം ബോസ്. 1908 നമ്മളെ കിങ്സ് ഫോർഡിനെതിരെയുള്ള വധശ്രമം അറിയപ്പെട്ട പേരാണ് മുസാഫിർ ഗൂഢാലോചന. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് കുത്തിറാം ബോസാണ്. അപ്പോൾ 5 പോയിന്റ് ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കാം. അപ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ മുസാഫിർ ഗൂഢാലോചന എന്നറിയപ്പെടുന്ന മുസാഫിർ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് പ്രഫുല്ല ചക്രവർത്തി ആൻഡ് കുത്തിറാം ബോസ്. ഈ മുസാഫിർ ഗൂഢാലോചന എന്നറിയപ്പെടുന്നത് 1908 നമ്മളെ കിങ്സ് ഫോർട്ടിനെതിരെയുള്ള വധശ്രമം. ഈ 1908 കിങ്സ് ഫോർട്ടിനെ വധിക്കാമെന്നെങ്കിൽ വധിച്ചത് ആരെയാണ്? 1908 കെന്നഡിയെ വധിച്ചത് കുത്തിറാം ബോസ് ആൻഡ് പ്രഫുല്ല ചക്രവർത്തി. ഈ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മളെ കുത്തിറാം ബോസ് ആണ്. അപ്പോൾ 5 പോയിന്റും ക്ലിയർ ആയിട്ടുണ്ട്. ലാസ്റ്റ് വീണ്ടും ഒരിക്കൽ കൂടി കണക്റ്റാക്കി പറഞ്ഞുതരും. ഇനി വീണ്ടും 1908 അലിപ്പൂർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട വ്യക്തി അരവിന്ദ് ഘോഷാണ്. 1908 അലിപ്പൂർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട വ്യക്തി അരവിന്ദ് ഘോഷാണ്. 1908 അലിപ്പൂർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട വ്യക്തി അരവിന്ദ് ഘോഷ്. 1912 ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിയിൽ വച്ച് ഹാർഡിഞ്ച് സെക്കൻഡിന് നേരെ ബോംബെറിഞ്ഞ്, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ് ബോംബെറിഞ്ഞത് നമ്മുടെ റാഷ്ബിഹാരി ബോസ് അതിൻ്റെ സച്ചീന്ദ്രനാഥ് സന്യനാണ്. ഇതിനറിയപ്പെടുന്ന പേരാണ് ഡൽഹി ഗൂഢാലോചന എന്നറിയപ്പെടുന്നത്. 1912 നമ്മൾ ഹാർഡിഞ്ച് സെക്കൻഡിന് നേരെയുള്ള ബോംബാക്രമണമാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് ഒരിക്കൽ പറയാം. ഇന്ത്യയിൽ നമ്മളുടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഭീകര സംഘം രൂപീകരിച്ചത് വാസുദേവ് ബൽവന്ത് ഫാഡ്കെ. ഇനി 1902 അനുശീലൻ സമിതി രൂപീകരിച്ചത് പി മിത്ര ആൻഡ് നമ്മളെ ബരീന്ദ്രകുമാർ ഘോഷ്. 1905 നമ്മളുടെ ഈ ഭീകരവാദം പ്രത്യക്ഷപ്പെട്ട 2 ന്യൂസ് പേപ്പറുകളായിരുന്നു ബംഗാളിലെ സാന്തിയും മറാത്തി പത്രമായ കല്ലും. ഇനി 1905 ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയിൽ ഇന്ത്യ ഹൗസ് ലണ്ടൻ സ്ഥാപിച്ചവരാണ് ശ്യാംജി കൃഷ്ണവർമ്മ. ഇനി നമ്മൾ പറഞ്ഞ 1908 മുസാഫിർ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് പ്രഫുല്ല ചക്രവർത്തി ആൻഡ് കുത്തിറാം ബോസ്. 1908 കിങ്സ് ഫോർട്ടിനെതിരെയുള്ള വധശ്രമം അറിയപ്പെട്ട പേര് മുസാഫിർ ഗൂഢാലോചന. കിങ്സ് ഫോർട്ടിനെതിരെയുള്ള വധശ്രമം അറിയപ്പെട്ട പേര് മുസാഫിർ ഗൂഢാലോചന. ഈ 1908 മുസാഫിർ ഗൂഢാലോചനയിൽ നമ്മളുടെ വധിക്കാൻ ശ്രമിച്ചാണ് കിങ്സ് ഫോർട്ടിനെ. 1908 ഇവർ വധിച്ചതാരെയാണ്? കെന്നഡിയെ വധിച്ചത്. കെന്നഡിയെ വധിച്ചതിന് നേതൃത്വം നൽകിയത് നമ്മളുടെ പ്രഫുല്ല ചക്രവർത്തി ആൻഡ് കുത്തിറാം ബോസ്. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആരാണ്? കുത്തിറാം ബോസാണ്. ഇനി 1908 അലിപ്പൂർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഒരു വ്യക്തിയുള്ളൂ, അരവിന്ദ് ഘോഷ്. 1908 അലിപ്പൂർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട വ്യക്തി അരവിന്ദ് ഘോഷ്. 1912 ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിയിൽ വച്ച് ഹാർഡിഞ്ച് സെക്കൻഡിന് നേരെ ബോംബെറിഞ്ഞതാരാണ്? റാഷ്ബിഹാരി ബോസ് ആൻഡ് സച്ചീന്ദ്രനാഥ് സന്യനാണ്. അപ്പോൾ ഈ നമ്മുടെ റാഷ്ബിഹാരി ബോസും സച്ചീന്ദ്രനാഥ് സന്യയുടെ ബോംബെറിയുമ്പോൾ നമ്മളെ പാവപ്പെട്ട ഹാർഡിഞ്ച് സെക്കൻഡ് സഞ്ചരിക്കുന്നത് ആനപ്പുറത്തിരുന്നാണ്. അങ്ങനെ ആനപ്പാപ്പ മരിക്കുകയും ഹാർഡിഞ്ച് ചെറിയ അറ്റകുറ്റപ്പണി എന്ന് പറഞ്ഞാൽ അറ്റകുറ്റ വെടിൻ്റെ ഷെല്ലുകളേറ്റ് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പം 1912 ഡൽഹിയിലെ ചാന്ദിനി ചൗക്കയിൽ വെച്ച് ഹാർഡിഞ്ച് സെക്കൻഡിന് നേരെ ബോംബെറിഞ്ഞത് ആരാണ്? റാഷ്ബിഹാരി ബോസ് ആൻഡ് സച്ചീന്ദ്രനാഥ് സന്യൻ. ഇനി നമ്മളുടെ ഇതിനകത്ത് ഓർമ്മിക്കണം, ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ഡൽഹി ഗൂഢാലോചന എന്നറിയപ്പെടുന്നത് നമ്മളുടെ ഹാർഡിഞ്ച് സെക്കൻഡിന് നേരെയുള്ള ബോംബാക്രമണമാണ്. ഇനി ഇതിനകത്ത് നമ്മൾ ഓർമ്മിക്കും മുസാഫർ ഗൂഢാലോചനയായി, ഡൽഹി ഗൂഢാലോചനയായി. ഇനി അലിപ്പൂർ കേസുമായി. ഇനി അടുത്ത് ഓർമ്മിക്കണം 1897 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ മിസ്റ്റർ റാൻഡിനെ വധിച്ചത് ചപ്പേക്കർ സഹോദരന്മാരാണ്. 1897 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന മിസ്റ്റർ റാൻഡിനെ വധിച്ചത് ചപ്പേക്കർ സഹോദരന്മാരാണ്. അപ്പോൾ 1897 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന മിസ്റ്റർ റാൻഡിനെ വധിച്ചത് ചപ്പേക്കർ സഹോദരന്മാർ. ഈ 1897 ഞാൻ 2-3 കാര്യങ്ങൾ പറയും. ഐ എൻ സിയിൽ ആദ്യമായിട്ട് ഒരു മലയാള അധ്യക്ഷൻ വഹിച്ചത് 1897 അമരാവതി സമ്മേളനം 1. 2 രാമകൃഷ്ണ മിഷൻ രൂപം കൊണ്ടത് 1897. രാമകൃഷ്ണ മിഷൻ രൂപം കൊണ്ടത് 1897. സുഭാഷ് ചന്ദ്രബോസ് കട്ടക്ക് ഒഡീഷയിൽ ജനിച്ചത് 1897 ജാനുവരി 23 അപ്പോൾ ഈ പോയിന്റും ഇതിൻ്റെ ഒരു ഓർമ്മിക്കുക. 1897 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ മിസ്റ്റർ റാൻഡിനെ വധിച്ചതാരാണ്? ചപ്പേക്കർ സഹോദരന്മാർ. ഓർമ്മിക്കണം, ചപ്പേക്കർ സഹോദരന്മാർ. ഇനി ഇതിനകത്ത് നമ്മളിപ്പം പറയും ബോംബാക്രമണവും നമ്മളെ ഗൂഢാലോചനയൊക്കെ നടന്നു. ഇനി 1900 ഓർമ്മിക്കണം, നമ്മുടെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA എന്ന് പറഞ്ഞ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഇത് രൂപം കൊണ്ടത് 1924. അപ്പോൾ HRA എന്നറിയപ്പെടുന്ന ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപം കൊണ്ടത് 1924. ഇതിന് നേതൃത്വം നൽകിയത് സച്ചീന്ദ്രനാഥ് സന്യൻ. ഓർമ്മിക്കണം, സച്ചീന്ദ്രനാഥ് സന്യൻ.
രാംപ്രസാദ് ബിസ്മിൽ ആൻഡ് യോഗേഷ് ചാറ്റർജി എന്ന് പറയും. അപ്പോൾ നമ്മൾ 1924 HRAയ്ക്ക് നേതൃത്വം നൽകിയത് സച്ചീന്ദ്രനാഥ് സന്യൻ, രാംപ്രസാദ് ബിസ്മിൽ ആൻഡ് യോഗേഷ് ചാറ്റർജി എന്നുള്ള 3 പേരാണ്. അപ്പോൾ ഇതിനകത്ത് പഠിച്ചവരെല്ലാം അറിഞ്ഞിരിക്കണം. നമ്മൾ ഇന്ത്യയിൽ ആദ്യമേ ഒരു ഭീകര സംഘം രൂപീകരിച്ചത് വാസുദേവ് ബൽവന്ത് ഫാട്കെ. ഇനി നമ്മൾ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മ. മുസാഫിർ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് പ്രഫുല്ല ചക്രവർത്തി ആൻഡ് കുത്തിറാം ബോസ്. അലിപ്പൂർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അരവിന്ദ് ഘോഷ്. ഡൽഹി ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ സച്ചീന്ദ്രനാഥ് സന്യൻ ആൻഡ് റാഷ് ബിഹാരി ബോസ്. ഇവിടെ നമ്മൾ അടുത്ത് പറഞ്ഞതാണ് നമ്മളുടെ 1924 HRA രൂപീകരിച്ചത് സച്ചീന്ദ്രനാഥ് സന്യൻ, ഓർമ്മിക്കണം സച്ചീന്ദ്രനാഥ് സന്യൻ, രാംപ്രസാദ് ബിസ്മിൽ ആൻഡ് യോഗേഷ് ചാറ്റർജി. ഈ HSRA ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനായി മാറിയത് 1928 അപ്പോൾ HSRA മാറിയത് 1928. ഈ HSRAയ്ക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ ഭഗത് സിംഗ്, ജതേന്ദ്രനാഥ്, രാജ്ഗുരു, സൂര്യസെൻ ആൻഡ് അജയ് ഘോഷ് എന്നുള്ള 5 പേരുണ്ട്. ഇതിനകത്ത് ഈ ഓരോ സംഘടനയ്ക്കകത്തുള്ള വ്യക്തികൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പറയാൻ കാരണം ചില സംഘടന തന്നിട്ട് ഇതിൽ ബന്ധമില്ലാത്ത ആളിൻ്റെ പേര് ചോദിക്കും. ഉദാഹരണം പണ്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു, മദ്രാസ് മഹാജന സഭ രൂപീകരിച്ചത് 3 പേരുണ്ട്. ജി സുബ്രഹ്മണ്യൻ അയ്യർ, ആനന്ദ ചാർലു, വീരരാഘവ ആചാര്യയുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്ന പറഞ്ഞാൽ ഇതിലില്ലാത്ത ആളിൻ്റെ പേരായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓർമ്മിക്കണം. HSRA മാറിയത് 1928. HSRAയ്ക്ക് നേതൃത്വം നൽകിയ ഭഗത് സിംഗ്, നമ്മളെ പാവപ്പെട്ടവനായ ജതേന്ദ്രനാഥ്, രാജ്ഗുരു, സൂര്യസെൻ ആൻഡ് അജയ് ഘോഷാണ്. അപ്പം HRA 1924 സച്ചീന്ദ്രനാഥ് സന്യൻ, രാംപ്രസാദ് ബിസ്മിൽ ആൻഡ് യോഗേഷ് ചാറ്റർജി. HSRA മാറിയത് 1928. HSRAയ്ക്ക് നേതൃത്വം നൽകിയ ഭഗത് സിംഗ്, ജതേന്ദ്രനാഥ്, രാജ്ഗുരു, സൂര്യസെൻ ആൻഡ് അജയ് ഘോഷ്. ഈ നമ്മളുടെ 1925 നടന്ന കക്കോരി കവർച്ച കേസിന് നേതൃത്വം നൽകിയത് ആരാണ്? HRA ആണ്. അപ്പോൾ 1925 നടന്ന കക്കോരി കവർച്ച കേസിന് നേതൃത്വം നൽകിയത് HRA. 1925 കക്കോരി കവർച്ച കേസിലൂടെ തൂക്കിലേറ്റപ്പെട്ട ദേശാഭിമാനികൾ അല്ലെങ്കിൽ തൂക്കിലേറ്റപ്പെട്ട ദേശാഭിമാനികൾ ഒന്ന് അഷ്ഫറുള്ള ഖാൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. കഴിവുമരമേക്കുന്ന ആദ്യ മുസൽമാനായിരിക്കും ഞാനെന്ന വാക്കുകൾ ആരുടെ വാക്കാണ്? അഷ്ഫറുള്ള ഖാൻ. നമ്മളുടെ രാംപ്രസാദ് ബിസ്മിൽ, അതിൻ്റെ റോഷൻ ലാഹിരി എന്ന് പറയും. അപ്പോൾ 1925 കക്കേരി കവർച്ച കേസ്. ഈ കക്കോരി ഗൂഢാലോചന കവർച്ച കേസിലൂടെ തൂക്കിലേറ്റപ്പെട്ട ദേശാഭിമാനികൾ ഒന്ന് അഷ്ഫറുള്ള ഖാൻ, 2 രാംപ്രസാദ് ബിസ്മിൽ ആൻഡ് റോഷൻ ലാഹിരി എന്ന് പറയും. അപ്പോൾ അഷ്ഫറുള്ള ഖാൻ, രാംപ്രസാദ് ബിസ്മിൽ ആൻഡ് റോഷൻ ലാഹിരി, അഷ്ഫറുള്ള ഖാൻ, രാംപ്രസാദ് ബിസ്മിൽ ആൻഡ് റോഷൻ ലാഹിരി, അഷ്ഫറുള്ള ഖാൻ, രാംപ്രസാദ് ബിസ്മിൽ ആൻഡ് റോഷൻ ലാഹിരി. അപ്പോൾ ഇതിനകത്തുള്ള വ്യക്തികൾ, അപ്പോൾ അലിപ്പൂർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടത് അരവിന്ദ് ഘോഷ്. ഇത് ഈ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിലും ഇത് രസകരമായിട്ട് പഠിച്ചാൽ വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. അലിപ്പൂർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട വ്യക്തി അരവിന്ദ് ഘോഷ്. മുസാഫിർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട 2 പയ്യന്മാരായിരുന്നു നമ്മളെ പ്രഫുല്ല ചക്രവർത്തി ആൻഡ് കുത്തിറാം ബോസ്. ഇനി നമ്മൾ അടുത്ത് തുടങ്ങിയ 1908 കിങ്സ് ഫോർഡിനെതിരെയുള്ള വധശ്രമം അറിയപ്പെടുന്ന പേര് മുസാഫിർ ഗൂഢാലോചന. 1908 കെന്നഡി വധിച്ചതാരാണ്? നമ്മളെ പാവപ്പെട്ട പ്രഫുല്ല ചക്രവർത്തി ആൻഡ് കുത്തിറാം ബോസ്. 1897 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ മിസ്റ്റർ റാൻഡിനെ വധിച്ചതാരാണ്? ചപ്പേക്കർ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ചപ്പേക്കർ സഹോദരന്മാർ. HRA രൂപം കൊണ്ടത് 1924, അത് HSRA മാറുന്നത് 1928. 1925 കക്കോരി കവർച്ച കേസിന് നേതൃത്വം നൽകിയത് HRA. ഇതിലൂടെ തൂക്കിലേറ്റപ്പെട്ട ദേശാഭിമാനികൾ അഷ്ഫറുള്ള ഖാൻ, നമ്മളെ അഷ്ഫറുള്ള ഖാൻ, രാംപ്രസാദ് ബിസ്മിൽ ആൻഡ് റോഷൻ ലാഹിരി എന്ന് പറയാം. അഷ്ഫറുള്ള ഖാൻ, രാംപ്രസാദ് ബിസ്മിൽ ആൻഡ് റോഷൻ ലാഹിരി, അഷ്ഫറുള്ള ഖാൻ, രാംപ്രസാദ് ബിസ്മിൽ ആൻഡ് റോഷൻ ലാഹിരി. ഇനി നമ്മളുടെ ഈ 1928 സൈമൺ കമ്മീഷൻ വിസിറ്റ് ചെയ്യുകയും സൈമൺ കമ്മീഷന്റെ പ്രക്ഷോഭത്തിൽ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ലാത്തിയടി കൊണ്ട് അന്തരിച്ചാണ് നമ്മുടെ ലാലാ ലജ്പത് റായ്. സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ലാത്തിയടി കൊണ്ട് അന്തരിച്ചാണ് ലാലാ ലജ്പത് റായാണ്. അപ്പോൾ ഈ ലാലാ ലജ്പത് റായെ അടിച്ചു വന്ന സാൻഡേഴ്സിനെ വധിച്ചത് സംഘടന ചോദിച്ചാൽ നമ്മുടെ HSRA. വ്യക്തികൾ ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖദേവൻ. ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖദേവ്. ഇനി ഇതിനകത്ത് വീണ്ടും ഓർമ്മിക്കേണ്ടത് 1909 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കഡ്സൺ വാലിയെ ലണ്ടനിൽ വച്ച് വധിച്ചതാരാണ്? മദൻലാൽ ദിന്ദ്രയാണ്. 1909 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കഡ്സൺ വാലിയെ ലണ്ടനിൽ വച്ച് വധിച്ചതാരാണ്? മദൻലാൽ ദിന്ദ്രയാണ്. 1909 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കഡ്സൺ വാലിയെ ലണ്ടനിൽ വച്ച് വധിച്ചതാരാണ്? മദൻലാൽ ദിന്ദ്രയാണ്. 1909 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന കഡ്സൺ വാലിയെ
ലണ്ടനിൽ വച്ച് വധിച്ചതാരാണ്? മദൻലാൽ ദിന്ദ്രയാണ്. അപ്പോൾ മദൻലാൽ ദിന്ദ്രയെ മറക്കരുത്. നമ്മുടെ കുദ്രാം ബോസായിൻ്റെ പ്രഫുല്ല ചക്രവർത്തിയെ മറക്കരുത്. ഇതെല്ലാം ഡിഗ്രി ലെവൽ +2 ലെവലിന് 100% സാധ്യതാ ചോദ്യങ്ങളാണ്. അപ്പോൾ മദൻലാൽ ദിന്ദ്രയെ മറക്കരുത്. കട്സൺ വാലിയെ വധിച്ചത് മദൻലാൽ ദിന്ദ്ര. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ റാൻഡിനെ വധിച്ചത് ചപ്പേക്കർ ബ്രദേഴ്സ്. പ്രഫുല്ല ചക്രവർത്തിയും കുദ്രാം ബോസുമായി ബന്ധപ്പെട്ടാണ് നമ്മളുടെ കിങ്സ് ഫോർട്ടിനെതിരെ വധശ്രമം അറിയപ്പെടുന്ന പേര് നമ്മളുടെ മുസാഫർ ഗൂഢാലോചന. ഡൽഹി ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് ഹാർഡിഞ്ച് സെക്കൻഡിന് വധിക്കാനുള്ള ശ്രമം അറിയപ്പെടുന്ന പേരാണ് ഡൽഹി ഗൂഢാലോചന. അതിന് നേതൃത്വം നൽകിയ റാഷ്പികാരി ബോസായിൻ്റെ സത്യേന്ദ്രനാഥ് സന്നേനാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ഈ വിപ്ലവ സംഘടനയുടെ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിനകത്ത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ഗദാർ പാർട്ടി മുതൽ വീണ്ടും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. കാരണം പരീക്ഷയ്ക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഓരോ പരീക്ഷയിലും പുതിയ വെറൈറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. പറയാൻ കാരണം ഇത് അവിടെ നിങ്ങൾ ചാടി കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായിട്ട് അവസാനം വരെ വീഡിയോ കാണുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക്സ്.